പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ 8-ാം അധ്യായം 1 മുതൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു മരുഭൂമിയിൽ നിലത്ത് വിരലുകൊണ്ട് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഒരു പാപിനിയായ സ്ത്രീയെ വ്യഭിചാര കുറ്റത്തിന് ഓടിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്ന് യേശുവിൻ്റെ മുൻപിൽ നിർത്തി. കർത്താവായ യേശുക്രിസ്തു അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ് അവൻ നിലത്ത് വീണ്ടും പിന്നെയും എഴുതിക്കൊണ്ടിരുന്നു. അവൻ കൈവിരലിനെ പേനയാക്കിക്കൊണ്ട് നഗരിനെ അതിൻ്റെ നിപ്പാക്കിക്കൊണ്ട് ഭൂമിയെ കടലാസാക്കിക്കൊണ്ട് ഓരോ മനുഷ്യൻ്റെയും പാപത്തെ നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്നുള്ള ആ ഒറ്റ എഴുത്തിൻ്റെ പുറത്ത് അവൻ്റെ കൂടി വന്നവർ മൂത്തവർ മുതൽ താഴെയുള്ളവർ വരെയും മാറിപ്പോയി. എന്തുകൊണ്ടാണ് മൂത്തവർ മുതൽ താഴെയുള്ളവർ വരെയും പോയത്? താഴെയുള്ളവർ മൂത്തവർ വരെയും പോകാത്തതിൻ്റെ കാരണം മൂത്തവരിൽ നിന്നാണ് പാപം താഴേലേക്ക് വരുന്നതെന്ന് കർത്താവായ യേശുക്രിസ്തു. ആദാം ചെയ്ത പാപത്തിൻ്റെ ഫലമായി ഈ ലോകത്തിലുള്ള സർവ്വ മനുഷ്യരും പാപം ചെയ്തപ്പോൾ പാപത്തിൻ്റെ ശമ്പളമായ മരണം അവർ കടന്നു വന്നു. ആ പാപം ചെയ്ത് എല്ലാവരും പാപം ചെയ്തു. നിങ്ങൾ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന ആ ഒറ്റ എഴുത്തിൻ്റെ പുറത്ത് അവർക്ക് മാനസാന്തരം വരുവാനിടയിൽ തീർന്ന് അവർ മാറിപ്പോയി എന്നുള്ളതാണ് സത്യം.